കല്ലമ്പലം ക്ഷേത്രോത്സവ പരിസരത്ത് നിന്ന് സ്ഫോടക വസ്തുക്കളുമായി മുൻ കരുതൽ തടങ്കലിൽ കഴിഞ്ഞ പ്രതിയും കൊടുംകുറ്റവാളിയുമായ വാള ബിജുവും കൂട്ടാളികളും അറസ്റ്റിൽ. കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ 2 തവണ കരുതൽ തടങ്കലിൽ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയ കല്ലമ്പലം മാവിൻമൂട് സ്വദേശിയായ അശ്വതി ഭവനിൽ 49 വയസ്സുള്ള വാള ബിജു എന്ന് വിളിക്കുന്ന ബിജു, വെട്ടിമൺകോണം ഓപ്പാറയിൽ കാവിന് സമീപം രമണി നിവാസിൽ 30 വയസ്സുള്ള ജ്യോതിഷ്, ഓപ്പാറയിൽ കാവിന് സമീപം ലക്ഷ്മി വിലാസം വീട്ടിൽ പാക്കരൻ എന്ന് വിളിപ്പേരുള്ള പ്രശാന്ത് 34 എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച രാത്രി 9 മണിയോടുകൂടി കല്ലമ്പലം മേടവിള ശ്രീലക്ഷ്മി ക്ഷേത്രത്തിന് മുൻവശത്ത് നിന്നാണ് സ്ഫോടക വസ്തുക്കളുമായി പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉത്സവ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന പ്രതിയോഗിയെ വകവരുത്തുന്നതിനായാണ് പ്രതികൾ അവിടെ സ്ഫോടക വസ്തുക്കളും മാരകായുധങ്ങളുമായി തമ്പടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലമ്പലം SHO പ്രൈജുവിന്റെ നേതൃത്വത്തിൽ മഫ്തിയിലെത്തിയ പോലീസ് സംഘമാണ് പ്രതികളെ അതിസാഹസികമായി ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയത്. കല്ലമ്പലം പോലീസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ 2 വർഷം ജില്ലാ കളക്ടർ കരുതൽ തടങ്കലിൽ പാർപ്പിച്ച ബിജു എന്ന് പറയുന്ന വാള ബിജു, അയാളോടൊപ്പം മറ്റ് സ്റ്റേഷനിൽ തന്നെ നിരവധി ക്രിമിനൽ കേസുള്ള ഒരു ജ്യോതിഷ്, പ്രശാന്ത്, ഇങ്ങനെ 3 പേരെ ഇങ്ങനെ ഈ പുല്ലൂർ മുക്കിന് ഭാഗത്തുള്ള ഒരു മേടവിള ക്ഷേത്രത്തിന് സമീപം, മേടവിള ഒരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രം ഉത്സവപ്പുറയുടെയായിരുന്നു. ആ സമയത്ത് ഇവിടെ മാരകായുധങ്ങളും നാടൻ ബോംബും, അത് കെട്ടി വരിഞ്ഞ ബോംബും അത് ഉണ്ടാക്കുന്ന സ്ഫോടക വസ്തുക്കളായിട്ട് ഇന്നലെ പിടികൂടിയായിരുന്നു. ഇയാള് നിലവിൽ 32 കേസിൽ പ്രതിയാണ്. 32 ക്രൈം കേസുള്ളത്, മോഷണ കേസുണ്ട്, പിടിച്ചുപറിയുണ്ട്, ATM തകർത്തോട്ടുള്ള അങ്ങനെ ഒരു കേസുണ്ട്, സ്ത്രീകളെ ആക്രമിക്കുക, അങ്ങനെ നിരവധി അക്രമ കേസുകൾ, അടിപിടി കേസുകൾ, ഉൾപ്പെടെയുള്ള കേസിലെ പ്രതിനെ ബിജു വാള ബിജു കൊല്ലം ജില്ലയിൽ ചിതറയിലും സമാനമായ കേസുമാണ്. കഴിഞ്ഞ ദിവസം അയാളൊരു പെൺകുട്ടിയുടെ വീട്ടിൽ കയറി പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും മൊബൈൽ ഫോൺ പിടിച്ചോടുകയും ചെയ്തതിന് ഒരു ഹരിജൻ യുവതിയുടെ വീട്ടിൽ അതിക്രമിച്ച് കയറിയും അയാൾക്കെതിരെ കേസുണ്ടായിരുന്നു. ആ കേസിന്റെ ഭാഗമായിട്ട് ഇയാളെ അന്വേഷിച്ച് വരികയാണ്. ഈ ക്ഷേത്രത്തിന് സമീപം ഉണ്ടെന്ന അയാളെ കയ്യിൽ ആയുധങ്ങളുണ്ടെന്നുള്ളൊരു വിവരം കിട്ടി. അതിനെ തുടർന്ന് പോലീസ് പാർട്ടി മഫ്തിയിൽ പോയി പരിസരത്ത് അന്വേഷിച്ച് ഇയാളെയും കൂട്ടാളികളെ അവിടെ അറസ്റ്റ് ചെയ്തു. ഇന്നിപ്പോ മറ്റു നടപടികൾ ചെയ്യും. കണ്ടെടുത്ത പിന്നെ ആയുധങ്ങളും മറ്റു ബോംബിന്റെ ഭാഗങ്ങൾ അത് മുമ്പ് ഡിസ്പോസ് ചെയ്യണം, അതിന്റെ സ്കോഡ് വരുന്നുണ്ട്, അത് ചെയ്തിട്ട് കോടതി ഹാജരാക്കി നടപടി. ഇയാൾക്ക് വീണ്ടും കാപ്പ പ്രപ്പോസൽ കൊടുക്കും. ഇയാളോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട ജ്യോതിഷിന് നേരത്തെ ഇവിടെ അടിപിടി കേസുണ്ട്. അയാളുടെ അനുജനെ ഇന്നലെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം മേഡം ഉത്തരവ് പ്രകാരം 1 വർഷത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ കൊണ്ടുപോകും നാടുകടത്തേക്ക്. ഇന്നലെ അയാളുടെ നാടുകടത്തൽ ഉത്തരവ് അയാളെ ഏൽപ്പിച്ചു. അയാൾ നാടുകടന്ന് പോയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കില്ല. കൂടെ പ്രശാന്തും ഇതുപോലെ നിരവധി കേസിലെ പ്രതികളാണ്. അപ്പോൾ അവർക്കെതിരെയും നിയമപ്രകാരമുള്ള കാപ്പ നടപടികൾക്ക് ശുപാർശ ചെയ്ത് നടപടി ചെയ്യും. അതുപോലെ ഈ പരിസരത്തുള്ള മറ്റ് ആക്ടിവിറ്റീസ് നാട്ട് ഇറച്ചിട്ടുണ്ടാകുന്ന റൗഡികൾക്ക് അവർക്കെതിരെയുള്ള നടപടികൾ വളരെ കർശനമായിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അവർക്ക് DYSPയുടെ മേൽനോട്ടത്തിൽ നടന്നു വരികയാണ്. അപ്പോൾ അവരെല്ലാം കർശനമായിട്ട് കേസുകളുണ്ടാവുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യുകയും മറ്റ് ഈ ആക്ട് പ്രകാരം കാപ്പ ആക്ട് പോലുള്ള നടപടികൾ നടത്തി നാട്ടിലെ സമാധാന ലക്ഷ്യം സൃഷ്ടിക്കുന്നതിനുള്ള എല്ലാ നടപടിയും ഉണ്ടാവും. കല്ലമ്പലം പോലീസ് സ്റ്റേഷനിൽ 20-ൽ പരം കേസുകളിൽ പ്രതിയും കൊല്ലം ജില്ലയിൽ കടക്കൽ, ചിതറ സ്റ്റേഷനുകളിൽ മോഷണം, കൊലപാതക ശ്രമം, അടിപിടി കേസുകൾ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് പ്രധാന പ്രതി വാള ബിജു. ബോംബ് ഡിറ്റക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്ക്വാഡ് സ്ഥലത്തെത്തി പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള ഗ്രൗണ്ടിലെത്തിച്ച് നിർവീര്യമാക്കി.
കല്ലമ്പലം എസ് ഐ ഷമീർ, ഗ്രേഡ് എസ് ഐ ഹരി, SCPO ജയ്മുരുകൻ, CPO ഷിജു, ശ്രീജിത്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് കല്ലമ്പലം പോലീസ് അറിയിച്ചു. ബീക്കൺ ന്യൂസ്, കല്ലമ്പലം.